ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചക്കപ്പുഴുക്കാണ്. ആദ്യം നമ്മൾ ചക്ക നല്ല രീതിയിൽ മുറിച്ച് വയ്ക്കുക, ഈ രീതിയിൽ നന്നാക്കി വയ്ക്കുക. ഇനി നമുക്ക് അതിലേക്കുള്ള അരപ്പ് കൂടി റെഡിയാക്കാം. കുറച്ച് തേങ്ങ, ഒരു 4-5 പച്ചമുളകും, 2-3 ചെറിയ ഉള്ളിയും, ഒരു 2 വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്ന് മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കുക. ഇനി നമുക്ക് ചക്ക വേവിച്ചെടുക്കാം. ആദ്യം ചക്ക കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് കുക്കറിൽ ഒരു 4 വിസിൽ വരുത്തിയാൽ മതി. നല്ല വരിക്കച്ചക്കയാണ് കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ഈ ചക്ക വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിൽ വരുത്തിക്കുക. നാല് വിസിലായാൽ തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അത് 4 വിസിൽ വന്നു കഴിഞ്ഞാൽ അത് അതിൽ ആ പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം 4 വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് തുറന്ന് നോക്കാം നമുക്ക്. ചക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കണം. അരപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പുഴുക്ക് വെള്ളം പോലെയാണ് വേണ്ടത് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചിലർ കറി പോലെ ആക്കിയിട്ട് ഉപയോഗിക്കും. ഇതിലേക്ക് ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് തിളച്ചൊരു കുറഞ്ഞൊരു തിള വരുമ്പോൾ നമുക്ക് അതിലേക്കുള്ള വറവും കൂടെ ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ വറവിടണം. വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചത് വറവിടാൻ. തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കടുകിട്ടിട്ട് വറവ് ഇടാം. ഇതും കൂടെ വറവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വറവിടുമ്പോൾ വേണമെങ്കിൽ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക, ചായൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ.